ഇന്നത്തേത് ഒരു കൊതിക്കഥയാണ്. മൊറീഷ്യസിലെ ആദ്യത്തെ 6 ദിവസവും ഒരു കുഴപ്പവുമില്ലായിരുന്ന ഞങ്ങൾക്ക് 7-ാം ദിവസം മുതൽ പണ്ടെങ്ങാണ്ടോ ഞാൻ പരീക്ഷിച്ചു വിജയിച്ച പച്ച ചിക്കൻ കറി കഴിക്കാൻ വല്ലാത്തൊരു കൊതിയായിരുന്നു. അങ്ങനെ തിരികെ നാട്ടിലെത്തിയിട്ടും പല തിരക്കുകളും കാരണം കറി ഉണ്ടാക്കി കഴിച്ച് കൊതി മാറ്റാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എഴുന്നേറ്റപ്പോൾ ഉച്ചയായെങ്കിലും ഇന്ന് എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. കൂടെ നിങ്ങൾക്കും എന്താണ് ഈ പച്ച ചിക്കൻ കറി എന്ന് കാണിച്ചു തരാം. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം പഞ്ചനെയും കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടെ കറിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങി. ഇനിയിപ്പോ കറിയൊക്കെ വെച്ച് വരുമ്പോൾ വൈകുന്നേരമാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും വേറെ എന്തെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കണ്ടല്ലോ എന്നും കരുതി നേരെ പോയത് കലൂരിലുള്ള അജ്ഫാനിലേക്കാണ്. വേറൊന്നിനുമല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് ആയ ഈ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് മേടിക്കാൻ. ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ സംഗതി ഉഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ. മാത്രമല്ല 0 ആഡഡ് ഷുഗറും കൂടെ ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. ചിന്നു കിട്ടിയ പാടെ മുഴുവൻ അകത്താക്കി. ഇനിയിപ്പോ വൈകുന്നേരം വരെ ഈസി ആയിട്ട് വിശപ്പില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഒരെണ്ണം മേടിച്ച് കുടിച്ചു നോക്കണം, ഉറപ്പായി ഇഷ്ടപ്പെടും. പിന്നെ വന്ന സ്ഥിതിക്ക് 2 വീട്ടിലേക്കും കൊടുക്കാൻ ഇവരുടെ തന്നെ കുറച്ച് ഹെൽത്തി ദീപാവലി ഗിഫ്റ്റ് ബോക്സും എടുത്തിട്ട് നോക്കുമ്പോഴാണ് ചിന്നു ഒരു ലോഡ് ഡേറ്റ് ഷേക്കുമായി ദേ വരുന്നു. അല്ലെങ്കിലും ഉറുമ്പിൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് പഞ്ചസാര ഡപ്പയിലിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് അടുത്ത യാത്രയ്ക്ക് വേണ്ടി നാളെ എംബസിയിൽ കൊടുക്കാനായിട്ട് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി സ്റ്റുഡിയോയിലേക്കാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാനിരുന്നാൽ എനിക്ക് അപ്പം നാണം വരും. ചിന്നു പിന്നെ പണ്ടേ പ്രൊഫഷണൽ ആണല്ലോ. എന്റെ ഫോട്ടോ കണ്ടപ്പോൾ എന്തോ മഹേഷിന്റെ പ്രതികാരത്തിലെ ദിലീഷ് പോത്തിന്റെ രംഗം ഓർമ്മ വന്നു. ഇനി 99% ഭർത്താക്കന്മാരും പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു സാധനം കാണിച്ചു തരട്ടെ. ഇത് തന്നെ, സ്വന്തം ഭാര്യയുടെ ഫോട്ടോ. പ്രേമിക്കുന്ന കാലത്ത് ചോദിച്ചു വാങ്ങിയ ഫോട്ടോ മുതൽ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെയുള്ളത് എന്റെയിലുണ്ട്. ഇതിന്റെ കൂടെ എന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം കക്ഷി തന്നെ അത്യാവശ്യം വന്നപ്പോ എന്റെ ഒന്ന് തട്ടിപ്പറിച്ചു. അങ്ങനെ മാർക്കറ്റിലെത്തി. ഇദ്ദേഹത്തിന് ഓർമ്മയില്ലേ, അന്നത്തെ പോലെ ഇത്തവണയും നിങ്ങൾ തന്നെ പറയൂ കക്ഷിയെ കാണാൻ ആരെ പോലെയാണെന്ന്. അങ്ങനെ സാധനങ്ങളും വാങ്ങി വീട്ടിലെത്തി പച്ച ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങി. നീൽഗിരി ബിരിയാണി പോലെ ഇത്തവണയും ഈ 3 സാധനങ്ങളാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ്. 6 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി. ഇവരെ 3 പേരെയും അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ടൊരു ചെറിയ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതളുകളായി മുറിച്ച 5 മീഡിയം സൈസ് സവോളയും കൂടെ ചതുരത്തിൽ മുറിച്ച് 4 ക്യാപ്സിക്കവും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നേരത്തെ അരച്ചു വെച്ചിരുന്ന നമ്മുടെ അരപ്പും ചേർത്ത് അതിലേക്ക് ഇടിക്കല്ലിൽ പൊടിച്ച ഒരു 3 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1.5 കിലോ ചിക്കൻ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞ് മൂടി തുറന്ന് അല്പം കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ നമ്മുടെ പച്ച ചിക്കൻ കറി റെഡി. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ടി വരില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പിന്നെ അങ്ങോട്ട് ഒട്ടും താമസിപ്പിക്കാതെ വേഗം തന്നെ കൊതി മാറ്റാനായിട്ട് ചോറും അച്ചാറും പച്ച ചിക്കൻ കറിയും എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ വയറ് പൊട്ടുന്നത് വരെ കഴിച്ചു. ഉറപ്പായും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.